ചർച്ച് ഓഫ് ഗോഡിൻ്റെ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിലെ യൂത്ത് ക്ലാസ് എന്ന പുസ്തകത്തിൽ 14-ാമത്തെ പാഠം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങളും ദുരുപയോഗങ്ങളും അതിന് തരണം ചെയ്യുന്ന പോംവഴികളും എന്നുള്ളതാണ്. ഇൻ്റർനെറ്റ് എന്നുള്ളത് ഇന്നത്തെ ഒരു തലമുറയുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. അവരുടെ പഠനത്തിൽ ഇൻ്റർനെറ്റ് വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏത് ഇൻഫർമേഷനും ഇന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ലഭ്യമാണ്. പഠനത്തെ സംബന്ധിച്ചും അറിവിനെ സംബന്ധിച്ചും വളരെയേറെ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നാണ് ഈ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് എന്നുള്ളത്. ഇൻ്റർനെറ്റ് സർവ്വസാധാരണമായിട്ട് ഒത്തിരി വർഷങ്ങളൊന്നും ആയിട്ടില്ല. 1960കളിലാണ് ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് എന്ന ഒരു സംഗതി ശാസ്ത്രലോകം കണ്ടെത്തുന്നത്. അമേരിക്കയിലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പല കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്ക് വഴി പല കമ്പ്യൂട്ടറുകൾക്ക് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുകയും അത് പിന്നീട് ലോകത്തിൻ്റെ അറിവിലേക്ക്, ലോകത്തിൻ്റെ കണ്ടെത്തലുകളിലേക്ക് അതിശീഘ്രം ഒരു വഴി കണ്ടെത്തുകയും അങ്ങനെ ശാസ്ത്രലോകം ഇത് വളരെ പോപ്പുലറാക്കുകയും അങ്ങനെ ഒത്തിരി പേർക്ക് ഇത് അവൈലബിൾ ആകുകയും ചെയ്തു. അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിൽ ജിയോ എന്ന കമ്പനിയുടെ വരവോടെ ഇൻ്റർനെറ്റ് ഡേറ്റ ഉപയോഗം എന്നുള്ളതിൽ വളരെ വലിയ ഒരു മത്സരം മൊബൈൽ കമ്പനികളുടെ ഇടയ്ക്ക് ഉണ്ടാവുകയും അങ്ങനെ ഇൻ്റർനെറ്റ് വളരെ ചീപ്പായിട്ട്, വളരെ പൈസ ചെലവ് കുറഞ്ഞ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. വിശേഷാൽ ഈ ലോക്ക്ഡൗൺ സാഹചര്യം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ സഭകൾ പോലും ആരാധനകൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ സൂം ആപ്ലിക്കേഷൻ വഴിയും ഗൂഗിൾ മീറ്റ് വഴിയും വെബെക്സ് വഴിയും ജിയോ മീറ്റ് വഴിയും അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ വെർച്വൽ വേർഷിപ്പ് സർവീസ് സർവ്വസാധാരണമായിട്ട് നടക്കുന്നു. ഫേസ്ബുക്ക് വഴി ഒത്തിരി ദൈവദാസന്മാർ മെസ്സേജുകൾ കൊടുക്കുന്നു, ലൈവ് ആരാധനകൾ നൽകുന്നു. യൂട്യൂബിൽ തിരഞ്ഞാൽ അനവധിയായിട്ടുള്ള ക്രിസ്തീയ സാക്ഷ്യങ്ങൾ, പ്രസംഗങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ, ക്രിസ്തീയ ഗാനങ്ങൾ, അങ്ങനെ ആത്മീക വർധനവിന് വേണ്ടി ഒരു വലിയ വാതായനം തന്നെ ഇൻ്റർനെറ്റ് ഇന്ന് തുറന്നു തന്നിട്ടുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടി മാറ്റാൻ ഒരു വലിയ ലോകത്തേക്കുള്ള വാതായനമാണ് ഇൻ്റർനെറ്റ്. പലരും ക്വാറന്റൈൻ കഴിയുന്നവർക്ക് അവർ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ കൗൺസിലേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് യൂട്യൂബിൽ കയറി പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല ചിന്തകളെ തരുന്ന മെസ്സേജുകൾ കേൾക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം ക്വാറന്റൈൻ ടൈം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുമായിട്ട് ഇടപഴകാൻ കഴിയാത്തൊരു വല്ലാത്ത അവസ്ഥയായതുകൊണ്ട് ഒത്തിരി പേർക്ക് മാനസിക സംഘർഷങ്ങളും ആത്മഹത്യാ പ്രവണതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇൻ്റർനെറ്റ് അവിടെ ഒരു രക്ഷകനായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇന്നത്തെ ജെൻ ഇസഡ് 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ, അവരെ വളർത്തുന്നതിൽ ഇൻ്റർനെറ്റിനൊരു വലിയ പങ്കുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരെ ഗൂഗിൾ ജനറേഷൻ, സൈബർ ജനറേഷൻ എന്നൊക്കെ വിളിക്കുന്ന പദപ്രയോഗങ്ങൾ സർവ്വസാധാരണമാണ്. അവർക്കുള്ള പല അറിവുകളും മാതാപിതാക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ഉപരി അവർക്ക് ലഭിക്കുന്നത് ഇൻ്റർനെറ്റിൽ നിന്നാണ്. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണ്ട് മറന്നുപോയ, പണ്ട് വളരെ അടുത്തിടപഴകിയും അതിനുശേഷം ബന്ധം പുലർത്താൻ കഴിയാതെ ബന്ധം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേർക്ക് വീണ്ടും ഒന്ന് കൂടിച്ചേരാനും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും, എന്തിനേറെ ഒരു സഭയുടെ ദൈനംദിന ഇൻഫർമേഷൻ, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ ആ സഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ പോകുന്നു. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ ഒട്ടനവധിയായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയാതെ വയ്യ. എന്ന് മാത്രമല്ല, ഇപ്പോൾ പല കമ്പനികളും പല ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഗവേഷണങ്ങളിൽ അവർ മുന്നിട്ട് വയ്ക്കുന്ന ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ വഴി, അതായത് നമ്മുടെ ടി വി ചാനലുകളുടെ സിഗ്നൽ ഉപഗ്രഹം വഴി നമുക്ക് ലഭ്യമാകുന്നത് പോലെ ഇൻ്റർനെറ്റ് ഉപഗ്രഹം വഴി ലഭ്യമാക്കുക എന്ന് പറയുന്നൊരു പ്രൊജക്റ്റിലാണ് ലോകം മുഴുവനുമായിരിക്കുന്നത്. അത് 10 വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാകും. അങ്ങനെയായി കഴിയുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും, ഇപ്പോൾ തന്നെ ഒരു ഗ്ലോബൽ വില്ലേജ്, ഗ്ലോക്കൽ ചിന്ത എന്നൊക്കെ പറയുന്ന പദപ്രയോഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ലോകമെന്ന് പറയുന്ന ഇന്നൊരു വില്ലേജായി മാറിക്കഴിഞ്ഞു. അത്
പണ്ടത്തേക്കാൾ വളരെ വളരെ വേഗത്തിൽ മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് ലോകം മുഴുവനും പടർന്നു പിടിക്കാൻ മാസങ്ങളെ വേണ്ടി വന്നുള്ളൂ. അത്രത്തോളം കണക്റ്റഡാണ്, അത്രത്തോളം അടുപ്പമുള്ളവരാണ് ലോകത്തിലെ സകല രാജ്യങ്ങളിലുള്ള സകല മനുഷ്യരും. അതിൻ്റെ ഒരു വലിയ മുഖാന്തരമായി തീർന്നത് ഈ ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് ഇനിയും വളരാൻ പോകുന്നേ ഉള്ളൂ. ഇൻ്റർനെറ്റ് ഇനിയും വളരെ വളരെ അധികം ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പോവുകയാണ് ഈ വരും നാളുകളിൽ. അപ്പോൾ അത് ഇൻ്റർനെറ്റിൻ്റെ ഒരു നല്ല വശമാണ്, അത് നമ്മൾ മനസ്സിലാക്കിയേ തീരും. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പ്രത്യേകിച്ചും കൗമാരക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ഇൻ്റർനെറ്റ് മാറിയെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇൻ്റർനെറ്റിനൊരു വലിയ പ്രാധാന്യതയുണ്ട് എന്ന് പറയാതെ വയ്യ. അവരുടെ ജീവിത മൂല്യങ്ങളുടെയും ധാർമ്മിക കാഴ്ചപ്പാടുടെയും രൂപപ്പെടുത്തൽ ഇൻ്റർനെറ്റിനൊരു വലിയ പ്രാധാന്യതയുണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റൂ. ജോൺ വാട്സൺ എന്ന ഒരു അമേരിക്കൻ ബിഹേവിയറൽ സൈക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിലേക്ക് നിങ്ങളൊരു കുട്ടിയെ തരൂ, ഈ കുട്ടി ആരാകണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഈ കുട്ടിയെ അങ്ങനെ ആക്കിയെടുക്കാം. ഈ കുട്ടിക്ക് ലഭ്യമാകാൻ പോകുന്ന സാഹചര്യങ്ങളും ഈ കുട്ടിയെ എക്സ്പോസ് ചെയ്യുന്ന സാധ്യതകളും വെച്ച് ഈ കുട്ടി ജീവിത ശൈലിയും ജീവിത കാഴ്ചപ്പാടും രൂപപ്പെടുത്തും. അങ്ങനെ ഈ കുട്ടിയെ നമ്മൾ ആരാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എൻവയോൺമെൻറ്റിനോട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഏത് സാഹചര്യത്തിൽ അകപ്പെടുന്നോ ആ സാഹചര്യവുമായി താതാത്മ്യപ്പെടാൻ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒരു വലിയ കഴിവുണ്ട്. അത് ഇവിടെ നിന്നും 35-40 വയസ്സും കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കടന്നു ചെല്ലുന്നവർ അവിടുത്തെ ഭാഷാപ്രയോഗവും ശൈലിയും ഒക്കെയായിട്ട് ഇടപഴകാൻ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ഇവിടെ നിന്ന് 8 വയസ്സിലും 7 വയസ്സിലുമൊക്കെ ഇല്ലെങ്കിൽ 10 വയസ്സിലുമൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറുന്ന കുട്ടികൾ 1-2 വർഷത്തിനുള്ളിൽ അവർ അമേരിക്കൻ ശൈലി കംപ്ലീറ്റ് ആയിട്ട് ഇംബൈബ് ചെയ്യും. അതായത് ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അഡാപ്റ്റിവിറ്റി, എൻവയോൺമെൻറ്റുമായിട്ട് ജീവിത സാഹചര്യങ്ങളുമായിട്ട് താതാത്മ്യപ്പെടാനുള്ള കഴിവ് കുട്ടികളിലും കൗമാരക്കാരിലും വളരെ 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 അധികമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാറ്, നീ ആരോട് ഇടപഴകുന്നോ ആ ആളുടെ സ്വഭാവ ശൈലികൾ നിന്നെ വല്ലാതെ സ്വാധീനിക്കുമെന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ മക്കൾ നന്നായി പഠിക്കുന്ന കുട്ടികളോട് ഇടപഴകുമ്പോൾ അവർ പഠിക്കാനുള്ള ടെൻഡൻസി കൂടും. നമ്മുടെ മക്കൾ വളരെയധികം ഉഴപ്പുള്ള ആളുകളോട് സ്ഥിരമായിട്ട് ഇടപഴകിയാൽ ഉഴപ്പിനുള്ള സാധ്യത വളരെ കൂടും. ഇത് മാതാപിതാക്കൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ ഇവിടെ വിസ്മരിക്കരുതാത്തൊരു കാര്യം, പലപ്പോഴും അപ്പനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒട്ടനവധി ഭവനങ്ങളുണ്ട്. അവിടെ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് വീട്ടുകാര്യങ്ങളും ജോലി കാര്യങ്ങളും ജോലിത്തിരക്കും സകല കാര്യങ്ങളും ഒരുപോലെ നോക്കുമ്പോൾ അവിടെ ടൈം മാനേജ്മെൻറ്റിൽ വളരെ വീഴ്ചകൾ ഇന്ന് പൊതുവേ സംഭവിക്കാറുണ്ട്. ഒരു നഗരവൽക്കരണത്തിൻ്റെ സാഹചര്യത്തിൽ അത് കൂടുതലായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ വരുന്ന ജീവിതത്തിൽ, അങ്ങനെ വരുന്ന കുടുംബങ്ങളിൽ മക്കളെ വാസ്തവത്തിൽ വളർത്തുന്നത് തന്നെ ഇൻ്റർനെറ്റാണ്. ഒരു ടച്ച് ഫോൺ മക്കളുടെ കയ്യിലേക്ക് കൊടുത്താൽ അത് 2 വയസ്സുള്ള കുട്ടി മുതൽ അങ്ങോട്ട് 5 വയസ്സുള്ള കുട്ടിയോ 8 വയസ്സോ കൗമാരക്കാരോ ആരോ ആയിക്കോട്ടെ, ഒരു ടച്ച് ഫോൺ അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ മണിക്കൂറുകൾ മാതാപിതാക്കൾക്ക് അവരുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. അവർ മറ്റെന്തിലേക്കിലും അപകടത്തിൽ ഇല്ലെങ്കിൽ ചാടി വീണ് പരിക്ക് പറ്റുന്നുവെന്നോ അങ്ങനെയുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ വേണ്ടി ഇവരെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്താൻ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ടച്ച് ഫോൺ ഇല്ലെങ്കിൽ സോഫ്റ്റ് അതുപോലത്തെ കമ്പ്യൂട്ടർ മറ്റ് കാര്യങ്ങളെല്ലാം നൽകുക ഇന്ന് സർവ്വസാധാരണമാണ്. അപ്പം അവരെ വളർത്തുന്നത് തന്നെ ഇൻ്റർനെറ്റാണ്. അപ്പോൾ ഈ സ്വഭാവ രൂപീകരണത്തിലും മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ആത്മീകത അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മൂല്യങ്ങളിലാണല്ലോ. അപ്പോൾ ഈ മൂല്യങ്ങൾ വളർത്തുന്നതിൽ ഇൻ്റർനെറ്റിന് വളരെ വളരെ വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗങ്ങൾ എന്നൊരു വശം നമ്മൾ ചിന്തിക്കാതെ വയ്യ. അപ്പോൾ കൂട്ടുകാർ, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കും.
ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം ചിലപ്പോഴൊക്കെ ഒത്തിരി മണിക്കൂറുകൾ നീണ്ടു പോകാറുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ സമയത്ത് ബോറടി മാറ്റാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടും കൂടെ ആയിരിക്കാം ഇൻ്റർനെറ്റിലേക്ക് മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട്. ഈ ചില ദുരുപയോഗങ്ങൾ നമ്മൾ ചിന്തിക്കാതെ വയ്യ. നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന ഒരു ദുരുപയോഗം എന്തായിരുന്നു? നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻ്റർനെറ്റിൻ്റെ അപകടം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കയറി വന്ന എന്തായിരുന്നു? യെസ്, പബ്ജി അല്ലേ? പബ്ജി ഗെയിം, പിന്നെ മറ്റ് ചില അസോൾട്ട് ഗെയിമുകൾ, ഇതെല്ലാം ഇന്നത്തെ ചെറുപ്പക്കാരെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗത്തിനൊരു മേഖലയാണത്. നിങ്ങൾക്കറിയാമോ, ഈ ഓൺലൈൻ ഗെയിം എന്ന് പറയുന്ന ഒരു മേഖല 6200 കോടി രൂപയുടെ മാർക്കറ്റാണ് ഒരു വർഷത്തെ അവരുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് ആളുകളാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ. പബ്ജി തന്നെ കളിക്കുന്നത് 2 കോടിയോളം ആളുകളാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഒരാളെക്കുറിച്ച് ആളെ കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തുകയും ഡോക്ടറെ കാണാനുള്ള മുഖാന്തരം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത വല്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഈ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഈ വ്യക്തിക്ക് പബ്ജിയിൽ അടുത്തൊരു ലെവലിലേക്ക് കയറാൻ വേണ്ടി ഇരുന്ന് കളിച്ചിട്ട് 35 മണിക്കൂർ ഒറ്റയടിക്കിരുന്ന് കളിച്ചെന്ന്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ, അവസാനം തലയിറങ്ങി താഴെ വീഴുകയാണ്, കൈയും കാലും കോച്ചി പിടിക്കുകയാണ്. രാത്രി 3 മണി 2 മണി 3 മണി വരെ ഇരുന്ന് കളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ആളുകൾ കുറേ പേർ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു പുറകിൽ നിന്നൊരു ആക്രോശത്തിൻ്റെ ശബ്ദം കേട്ടത്. എല്ലാവരും ചെതറി ഓടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. കൊല്ലടാ, വെട്ടടാ, തീർക്കടാ, താണ്ട അതിലേ വരുന്നടാ, തീർക്കടാ. ആൾക്കാർ വിചാരിച്ചത് ഇവിടെ ആരെയോ വെട്ടിക്കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആൾക്കാർ ഓടി മാറാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു പയ്യൻ ഇരുന്ന് പബ്ജി കളിക്കുകയാണ്. അവൻ്റെ കൂട്ടുകാരോട് അവൻ പറഞ്ഞത് അപ്പുറത്തൂടെ ഏതോ ആൾ വരുന്നുണ്ട്, കൊല്ലടാ, തീർക്കടാ എന്ന് വിളിച്ചു പറഞ്ഞതാണ്. പെട്ടെന്ന് പുള്ളി പരിസരബോധം മറന്ന് ഉറക്കെ സംസാരിച്ചു പോയതാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഈ ഓൺലൈൻ ഗെയിമിന് അഡിക്റ്റായ ആളുകൾ, അത് ടെമ്പിൾ റൺ ആയിക്കോട്ടെ, ക്യാൻഡി ക്രഷ് സാഗ ആയിക്കോട്ടെ, അത് ഡ്രൈവിങ്ങിൻ്റെ സംബന്ധിച്ചുള്ള ഗെയിം ആയിക്കോട്ടെ, അസോൾട്ട് ഗെയിം ആയിക്കോട്ടെ, അത് പ്രോബ്ലം സോൾവിങ് ഗെയിം ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഗെയിം ആണെങ്കിലും അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിൻ്റെ എക്സ്പെൻസിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് 42% പേര്, ഒരു സർവേ പറയുന്നത്, ഇൻ്റർനെറ്റിലെ ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട ആളുകളിൽ 42% പേരും അവർ അതിനൊരു ശീലമാക്കിയവരാണ്. 2-ൽ 3 പേരും 3-ൽ 2 പേരും പറയുന്നത് അവരുടെ പഠനത്തിൻ്റെ സമയം വരെ അവർ എടുത്ത് ഈ ഗെയിമിന് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അത് ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. സ്ലീപ്ലെസ്നെസ് ഉണ്ടാക്കുന്നു, പാരൻസുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചിലർ ഇത് കളിച്ച് അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് കാശ് കൊടുത്ത് അടുത്ത ലെവലിലേക്ക് കയറുക. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? വാർത്തകൾ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പൻ്റെ കാർഡ് അപ്പനറിയാതെ അതിനകത്ത് നിന്ന് കാശെടുത്ത് കൊടുത്ത് കളിച്ച് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയവർ. ഈ റമ്മി കളിക്കുന്നവർ അതിലേറെ ലക്ഷക്കണക്കിന് രൂപയാണ് അവരും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ കളിച്ച് ഈ കണ്ണ് തുറന്ന് പിടിച്ച് അവസാനം കാഴ്ചയ്ക്ക് തകരാറുണ്ടാകുകയാണ്. അത് ഫിസിക്കൽ പ്രോബ്ലംസാണ്. ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അതെന്നാണെന്നറിയാമോ? ഈ അഗ്രസീവ് ഗെയിം, അതായത് ഈ അസോൾട്ട് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ സ്നേഹിക്കാനല്ല, അല്ലേ? വിട്ടുവീഴ്ച ചെയ്യാനല്ല, ക്ഷമിക്കാനല്ല. അതൊക്കെ ബിബ്ലിക്കൽ വാല്യൂസ്. ഇത് കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കൊല്ലാൻ, തീർക്കാൻ, തകർക്കാൻ. നോ മേഴ്സി, തീർക്കുക, ചോര ചിന്തുക. വാട്ട് ഈസ് ദിസ്?
അതായത് ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മളിൽ രൂഢമൂലമാക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീക മൂല്യങ്ങൾ എവിടെ കിടക്കുന്നു? ഈ അസോൾട്ട് ഗെയിം നമ്മിലേക്ക് കുത്തി നിറയ്ക്കുന്ന ഒരു ട്രെയിനിങ് എവിടെ കിടക്കുന്നു? അപ്പം നമ്മളങ്ങ് അഗ്രസീവാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപ്പൻ മകനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ അപ്പൻ പറഞ്ഞതാണ്, എൻ്റെ മകൻ എന്തോ മാനസിക രോഗമുണ്ട്, ഇവൻ സ്നേഹിക്കുക, കരുണ കാണിക്കുക, ആർദ്രത, ദുഃഖം, ഇതൊന്നും ഇവനില്ല, എന്തോ പറ്റിയിട്ടുണ്ട്, ഇവന് തകരാറ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഏറ്റവും അടുത്ത ആൾ മരിച്ചിട്ട് പോലും ഇവനൊന്നും ഒരു തുള്ളി കണ്ണുനീര് ഇവൻ്റെ വരുന്നില്ല കണ്ണിൽ നിന്ന്. ഇവൻ ഭയങ്കര അഗ്രസീവാകുക, എന്തോ സംഭവമുണ്ട്. ഞാൻ നോക്കി വേറെ ഒന്നുമല്ല, ഇവൻ അഡിക്റ്റാണ്. ഇവൻ കളിക്കുന്ന ഗെയിമിലെ, ഇവൻ കാണുന്ന ആ ഇൻ്റർനെറ്റിലെ മൂവീസിലെ ചില ഹീറോസ് ഉണ്ട്, അത് ഇവൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അഗ്രസീവ്നെസ് ആണ്, നോ മേഴ്സിയാണ്. തകർക്കുക, മുട്ടിക്കുക, നശിപ്പിക്കുക, ഒരു ദയം കാണിക്കാതിരിക്കുക. അപ്പോൾ ഇവൻ്റെ മനസ്സിനെ കല്ലുപോലെ അങ്ങ് കഠിനപ്പെടുത്തുകയാണ്. കുറേ കഴിയുമ്പം ആർദ്രതയും കരുതലും ഒക്കെ ഏതിൽ പോയിന്ന് അറിയത്തില്ല. കാരണം വളർന്നു വരുന്ന മനസ്സിനകത്തേക്ക് ഇതിട്ട് ട്രെയിൻ ചെയ്ത് ശീലിച്ച് അപ്പം ചിലർ പറയും, ഭാവനാ ലോകത്ത് കാണുന്ന കാര്യം അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വഴി സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുന്നതാണ്. വഴി സൈഡിൽ നിൽക്കുക, ഭാവനാ ലോകത്ത് സ്വപ്നം. അപ്പോൾ വഴി സൈഡിൽ നിൽക്കുമ്പം ഒരു ആന ഇങ്ങനെ എഴുന്നള്ളിപ്പിന് വരുന്നു. നിങ്ങളെ ആന നോക്കി, ആന നിങ്ങളെ നോക്കി. അപ്പം നിങ്ങൾ ആനയെ നോക്കി. പെട്ടെന്ന് ആന പാപ്പാനെ കുടഞ്ഞെറിഞ്ഞിട്ട് നിങ്ങളുടെ നേരെ ആ 2 കൊമ്പ് നീട്ടിക്കൊണ്ട് പാഞ്ഞു വരും. നിങ്ങൾ ജീവനും കൊണ്ട് ഓടി. അവസാനം ഒരു കല്ലിൽ തട്ടി താഴെ വീണു. ആന വന്ന ആനയുടെ കൊമ്പ് നിങ്ങളുടെ ദേഹത്തെ കുത്തി ഇറക്കാൻ പോകുന്നുള്ള ആ നിമിഷത്തെ നിങ്ങൾ ചാടി എഴുന്നേറ്റു, അയ്യോ എന്നും പറഞ്ഞ് ഇരുന്ന് വെട്ടി വേർക്കുക. ഇച്ചിരി വെള്ളം കുടിക്കണം. എന്തുവാ പ്രശ്നം? എന്താ നിങ്ങളെന്തിനാ വേർക്കുന്നേ? നിങ്ങളെന്തിനാണ്? നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വളരെ സ്പീഡിൽ. വാട്ട് ഹാപ്പൻഡ്? വേറൊന്നുമല്ല, ഞാൻ ഓടുകയായിരുന്നു. നിങ്ങൾ ഓടുകയല്ലായിരുന്നു, ബെഡിൽ കിടക്കുമായിരുന്നു. സ്വപ്നമല്ലായിരുന്നു. പക്ഷെ സ്വപ്നത്തിൽ കണ്ടതിന് നമ്മുടെ ശരീരത്തിൽ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതിൻ്റെ സെയിം ഇഫക്റ്റാണ് ഉണ്ടാക്കിയത്. അതേ സെയിം കാര്യമാണല്ലോ സെക്ഷൽ ഇമാജിനേഷൻ. ലൈംഗികതയുടെ ഭാവനാലോകം നിങ്ങൾക്ക് ശരീരത്തിൽ അത് യാഥാർത്ഥ്യത്തിൻ്റെ അതേ റിസൾട്ട് ഉണ്ടാക്കുന്നു. അവിടെയാണ് നമ്മൾ ചെറുപ്പക്കാരെ കുറേയൊക്കെ ഗൈഡ് ചെയ്യുന്നതിൽ പറയാറുള്ളത്. കർത്താവും പറഞ്ഞ അത് തന്നെയാണ്, മോഹിക്കേണ്ടതിന് നോക്കും ഭാവന, അവിടെ വ്യഭിചാരം. എന്ന് വെച്ചാൽ ഇത് ഈ ഭാവനാലോകത്തിൽ സംഭവിക്കുന്നത് യാഥാർത്ഥ്യവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ഫിസിക്കൽ റിയാക്ഷൻ, അത് മനുഷ്യൻ്റെ രൂപപ്പെടുത്തൽ യാഥാർത്ഥ്യവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഓൺലൈൻ ഗെയിം കളിക്കുന്നവർ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ്റെ അടുത്തൊരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 64% കൗമാരക്കാരും ഒരു വിധത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇൻ്റർനെറ്റിൽ അശ്ലീല സൈറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ലോകത്തെ 60%-ലധികം സൈറ്റുകളും അശ്ലീല സൈറ്റുകളാണ്. അതായത് ഇൻ്റർനെറ്റിലേക്ക് സമയം ചെലവഴിക്കുന്ന ആളുകൾ, അതായത് ഒരു ദിവസം ആവറേജ് 2.5 മണിക്കൂർ ഇൻ്റർനെറ്റിന് അമേരിക്കയിലെ ഒരു കൗമാരക്കാരൻ ചെലവഴിക്കുമ്പം ഇന്ത്യയിലെ ഒരു കൗമാരക്കാരൻ അത് 3.5-4 മണിക്കൂർ വരെയാണ് ചെലവഴിക്കുന്നത് ഒരു ദിവസം. 4-3% കൗമാരക്കാരും പറയുന്നു ഇൻ്റർനെറ്റിൽ ലൈംഗികത കാണുക എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. എൻ്റെ ഒരു റിസ്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ നല്ലൊരു ഭക്ഷണം, നല്ല KFC ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഓക്കെ, നിങ്ങൾ KFC ഇത് കണ്ടു, അതിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു. അപ്പോൾ ഈ കാഴ്ച, ഇതിൻ്റെ മണം, പെട്ടെന്ന് നിങ്ങൾക്കൊരു നല്ലൊരു സന്തോഷം ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്കുണ്ടായ പ്ലഷർ, അതിൻ്റെ കാരണം ബ്രെയിനിനകത്ത് ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ്. ആ സ്മെല്ലും ആ കാഴ്ചയും ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്ലഷർ ഉണ്ടായി. ആ പ്ലഷറാണ് വീണ്ടും വീണ്ടും KFC കഴിക്കാൻ കാശ് ചെലവാക്കിയാൽ പോലും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ
നിങ്ങളുടെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് KFC, ഉച്ചയ്ക്ക് ലഞ്ചിന് KFC, വൈകിട്ട് ഡിന്നറിന് KFC. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം, ഒരു 2 ആഴ്ച ഇത് 3 നേരം തിന്നു കഴിയുമ്പോൾ പിന്നെ KFC ആർക്ക് വേണം, വേറെ എന്തെങ്കിലും കഴിച്ചാലോ? അതെന്നാ പ്രശ്നം പറഞ്ഞല്ല, ഈ ഡോപ്പമൈൻ സ്ഥിരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഈ ഡോപ്പമൈൻ പ്രൊഡക്ഷനുമായിട്ട് കോംപ്രമൈസ് ചെയ്തു. അപ്പം ഇപ്പം ആദ്യത്തെ അത്ര പ്ലഷറില്ല, ഉദ്ദീപനം ഇല്ല. ഡയറക്റ്റ് കണ്ടിന്യൂസ് എക്സ്പോഷർ ആ ഉദ്ദീപനത്തിൻ്റെ തോത് കുറച്ചു. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? പോണോഗ്രാഫിയാണ്. ആദ്യം ഒരു ഫോട്ടോ ഇൻ്റർനെറ്റിൽ, ഒരു ന്യൂഡിറ്റി, ഒരു നഗ്നത ഫോട്ടോ കണ്ടാൽ മതിയായിരുന്നു. അത് കണ്ടപ്പോഴേക്കും മാക്സിമം ഉദ്ദീപനം ഉണ്ടായി, പ്ലഷർ ഉണ്ടായി. കാരണം ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്തു. ഇത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കണ്ട് അവസാനം ഇത് പോരാ, ഒരു പ്ലഷർ ഉണ്ടാക്കാൻ ഇത് പോരാ. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത ലെവലിലേക്ക് കയറി, ഒരു സോഫ്റ്റ് പോൺ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഡോപ്പമൈൻ പ്രൊഡക്ഷൻ ഉണ്ടായി, കാരണം അടുത്ത ലെവലിലേക്ക് കയറി. അപ്പം ഭയങ്കര പ്ലഷർ ഉണ്ടായി. ഓക്കെ, ഫൈൻ. കുറെ കഴിഞ്ഞപ്പോൾ അതും പോരാ, പിന്നെ ഹാർഡ് പോണിലേക്ക് പോകണം. കുറെ കഴിഞ്ഞപ്പോൾ അതും പോരാ, പിന്നെ വെറൈറ്റി വേണം. അപ്പോൾ കാശ് മുടക്കി ഈ ലോകത്തേക്ക് കയറി. പിന്നെ അങ്ങോട്ട് ഡീവിയൻ ബിഹേവിയേഴ്സിലേക്ക് കയറുക. അസ്വാഭാവികത, പ്രകൃതി വിരുദ്ധ ലൈംഗികത. അത് അവസാനം നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന എവിടെയായിരിക്കും അറിയാമോ? ഒന്ന്, ഈ ഡോപ്പമൈൻ പ്രൊഡക്ഷനുമായിട്ട് ഈ ബോഡി, മനസ്സ് ഇത് കോംപ്രമൈസ് ചെയ്തതുകൊണ്ട് നോർമൽ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം, ആ ഒരു മേഖല നശിച്ചു പോകും. ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ട് മാറും. ഒത്തിരി ഡിവോഴ്സുകൾ ഇന്ന് നടക്കുന്നുണ്ട്. സെക്ഷൽ ഡീവിയൻ ബിഹേവിയർ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവർ ഫയൽ ചെയ്യുക, കേസ് ഫയൽ ചെയ്യുക. പറ്റുന്നില്ല, ഒരു കുടുംബജീവിതം നടത്താൻ സാധ്യമല്ലാതെ വരികയാണ്. പ്രശ്നമാണ്. സെക്സിനെ കുറിച്ചുള്ള ധാരണ തന്നെ കീഴ്മേൽ മറിഞ്ഞു പോവാണ്. ഇൻ്റർനെറ്റ് ചെയ്യുന്നൊരു ദോഷമാണിത്. പിന്നെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർനെറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു ചതിക്കുഴി. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തെറ്റായ ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നുള്ള ഈ സെക്ഷൽ അഗ്രസീവ് ബിഹേവിയർ ഇങ്ങനെ അങ്ങ് വന്നു കഴിയുമ്പം യു ഹാവ് എ ഹയർ ചാൻസ് ടു ഗെറ്റ് ഇൻ ടു യുവർ ഫസ്റ്റ് സെക്ഷൽ എക്സ്പീരിയൻസ് വെരി ഏർലി. ഒരു 8 വയസ്സിലെ പോണോഗ്രാഫിക്ക് അടിമയാകുന്ന ആൾ അധികം താമസിയാതെ തന്നെ ഈ സെക്ഷൽ അബ്യൂസിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യത വളരെയുണ്ട്. പ്രണയബന്ധം തുടങ്ങിയാൽ അധികം താമസിയാതെ സെക്സിലേക്ക് പോകും. കാരണം ഇതിങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രണയബന്ധത്തിലാകപ്പെട്ട് കൗൺസിലിങ്ങിന് വരുന്ന ഒത്തിരി പേര് പ്രണയബന്ധത്തിൽപ്പെട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് സെക്ഷൽ എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് തേച്ച് കഴിയുമ്പം, അതായത് ഈ പ്രണയബന്ധം പൊളിഞ്ഞു കഴിയുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ഈ ലോകം. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയ ഒത്തിരി നല്ല ബന്ധങ്ങളും ചീത്ത ബന്ധങ്ങളും ഉണ്ടാക്കുമല്ലോ. നിങ്ങൾക്കറിയാമോ ഈ ഫേസ്ബുക്കിലെ പ്രൊഫൈലുകളിൽ 30% പ്രൊഫൈലുകൾ ഫേക്കാന്ന്? എനിക്കറിയാവുന്ന പല കൗമാരക്കാർക്കും 5 ഫേസ്ബുക്ക് പ്രൊഫൈൽ വരെ ഉണ്ട്. അതിൽ ഒരെണ്ണം ചർച്ചിന് വേണ്ടി മാത്രം, അതിൽ ചർച്ചിൻ്റെ അംഗങ്ങൾ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ളൂ. പിന്നെ പോസ്റ്റ് മുഴുവനും ഭയങ്കര സ്പിരിച്വൽ സംഭവമാണ്. വേറെ ഒരെണ്ണം ബന്ധുക്കളും റിലേറ്റീവ്സും കൂട്ടുകാരും ഒക്കെ ഉള്ളൊരു കോമൺ സംഭവം. ഇനി വേറെ 2-3 ഉണ്ട്, അതിൽ വേറെ ചില കാര്യങ്ങളാണ് നടക്കുന്നത്. അതുപയോഗിച്ചാണ് മറ്റേ ബന്ധങ്ങളും വേറെ പല കാര്യങ്ങളും. ഫേക്ക് ഐഡിയുടെ ലോകമാണ് ഈ ഫേസ്ബുക്ക്. ഇതും കണ്ടോണ്ട്, ആ ഫേക്ക് ഐഡിയിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ പിക്ചറും കണ്ടോണ്ട് ഒരു ബന്ധത്തിലേക്ക് ചെന്ന് ചാടിയ ഒത്തിരി പേര് അവസാനം അബ്യൂസ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എൻ്റെ പൊന്നെ ഞാൻ ചതിക്കപ്പെട്ടു എന്ന് നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കുന്നു. നേരിട്ട് കണ്ടപ്പോൾ ഈ ആളല്ലേ വേറെ ആളാണ്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അതിനു മുമ്പേ കുറേ അധികം ലെവല് സംഭവിച്ചു കഴിഞ്ഞു ചാറ്റിങ്ങിലൂടെ. അപ്പം പിന്നെ അങ്ങോട്ട് നിവൃത്തികേടിൽ ചെന്നങ്ങ് ചാടുകയാണ്. അവിടെയാണ് നെറ്റായിട്ടിത് മാറുന്നത്, ഈ വലയായിട്ട് മാറുന്നത്, മീനിനെ പിടിക്കുന്ന വല പോലെ. ഫിഷിംഗ് ഉണ്ട് ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റിലും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഈ വാട്സാപ്പ് ഗ്രൂപ്പ്, ഈ ലൈംഗിക കണ്ടൻറ്റ് മാത്രം ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ
ചിലപ്പം പോലീസ് നിങ്ങളുടെ പുറകെ കാണും. സൈബർ സുരക്ഷ ഇന്ന് വളരെ വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വരെയുണ്ട്. നിങ്ങൾ ആത്മീയത നശിപ്പിക്കുന്നു, നിങ്ങൾക്ക് കുറേ അധികം ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ഭാവി കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുപോലെ സെക്ഷൽ സങ്കല്പങ്ങൾ വരെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ പാരൻസുമായുള്ള റിലേഷൻഷിപ്പ് തകരുന്നു. ഈ ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷൻ നിങ്ങളുടെ വിലയേറിയ പഠിത്തത്തിൻ്റെ സമയം മുഴുവൻ കാർന്നു തരുന്നു. എൻട്രൻസ് കോച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മോൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ സാറേ എനിക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മോചനം കിട്ടുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഈ അഡിക്ഷൻ എന്നെ വല്ലാതെ എന്നെ തലതിരിച്ച് കളയാണ്. അപ്പോൾ ഇത് നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നും കൂടെ പറഞ്ഞ് ഈ ടോക്ക് ക്ലോസ് ചെയ്യാം. ഒന്ന്, ഈ കാണുന്ന സകലത്തിലും ഞാൻ ഇൻ്റർനെറ്റ് വേണ്ടെന്ന് ഒരിക്കലും പറയില്ല, പക്ഷേ ഇതിനകത്തൊരു നിയന്ത്രണം വയ്ക്കണം. നിങ്ങളൊരു ലൈംഗിക അഡിക്റ്റ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാന്നാണ് ഞാൻ പോകുമ്പോഴേ. സ്റ്റാർവ് യുവർ സെക്ഷുവാലിറ്റി. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വിഡ്രോവൽ സിൻഡ്രോം ഒത്തിരി ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ മയക്കുമരുന്ന് കിട്ടുന്ന ആൾക്ക് മയക്കുമരുന്ന് കിട്ടാതിരിക്കുമ്പോൾ കാണിക്കുന്ന വെപ്രാളം പോലെ കാണിക്കും. ഓൺലൈൻ ഗെയിം സ്റ്റോപ്പ് ചെയ്താൽ, ഫോൺ അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്ത്, ഏത് അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്താലും. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? യു നീഡ് എ ലോട്ട് ഓഫ് പ്രയർ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും അനുദപിക്കുകയും വചനം വായിക്കുകയും ചെയ്യുക ആണ് അതിനെ തരണം ചെയ്യുക, വിഡ്രോവൽ സിംറ്റത്തെ തരണം ചെയ്യാനുള്ള പോംവഴി. പിന്നെ പലരും പറയാറുള്ളത് ഞാനിതൊക്കെ നിർത്തും. ഇപ്പം അഡിക്ഷൻ, അതിപ്പം ഏത് അഡിക്ഷനും ആയിക്കോട്ടെ, എന്താണ് ഗെയിമോ ഫോണോ സോഷ്യൽ മീഡിയയോ വാട്ട് എവർ യൂസ് ചെയ്യും, ഇൻ്റർനെറ്റിലെ അഡിക്ഷൻ, ഞാനിത് സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ ഒരാഴ്ചയ്ക്ക് അധികം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയാറുള്ളത്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ തീരുമാനത്തെ ആണി അടിച്ച് ഉറപ്പിക്കണം. അതെങ്ങനെ പറ്റും? ഇത് 2-3 പേരോട് അങ്ങ് പറയണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് പറയണം, ഞാനിതിൽ അഡിക്റ്റ് ആയിരുന്നല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഒത്തിരി ഭാരം ഉണ്ടായിരുന്നു, ഞാനിതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്താൽ വീട്ടുകാർ നിങ്ങളുടെ പുറകെ കൂടും, നിങ്ങളെ കണ്ടമാനം നിങ്ങളെ കുറ്റപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷനാണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുപോലെ ചില സുഹൃത്തുക്കളോട് വിളിച്ച് പറയണം. അതായത് എല്ലാ സുഹൃത്തുക്കളോടും പറയരുത്. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞപ്പോൾ ഒരു ആൾ പറഞ്ഞു, എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ പുള്ളി വീണ്ടും എന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം. എല്ലാ സുഹൃത്തിനോടും പറ്റത്തില്ല. ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കൊരു സ്പിരിച്വൽ മെൻറ്റർ വേണം കേട്ടോ. പിന്നെ ഈ കാണുന്ന സകല ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്യരുത്. ചിലതൊക്കെ നയിക്കുന്നത് പോൺ സൈറ്റുകളിലേക്കാണ്. ഒരിക്കൽ എക്സ്പോസ്ഡ് ആയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ലായിരിക്കും. പിന്നെ നിങ്ങളുടെ വാല്യൂസിനെ സ്പിരിച്വാലിറ്റി ഒന്ന് റീവിസിറ്റ് ചെയ്തേ. ഇത്രയും സമയം ഇൻ്റർനെറ്റ് കൊടുത്തു, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി. എൻ്റെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുമായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നേനെ എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഫേസ്ബുക്കിൽ ആവശ്യമില്ലാത്ത ഫ്രണ്ട്സിനെ മുഴുവൻ കട്ട് ചെയ്ത്, നിങ്ങളെ വല്ലാത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ബന്ധം അങ്ങ് കട്ട് ചെയ്തോ. നിത്യത പോകുന്നതിനേക്കാളും ഇല്ലേ, കർത്താവ് പറഞ്ഞ ഒരു കഠിനമായ പദപ്പം, നിങ്ങളുടെ കൈ നിങ്ങൾക്ക് ഇടച്ച് വരുന്നത് കട്ട് ചെയ്ത് കളാം. നിത്യതയിൽ അതല്ലേ, ഒരു കൈ ഇല്ലാത്തവനായിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് എല്ലാം ഉള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളും. നിങ്ങളുടെ കണ്ണ് ഇടർച്ച ചൂഴ്ന്ന് കളയാം. ഒരു ടഫ് പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. ചില ഫ്രണ്ട്സ് നിങ്ങളെ കണ്ടമാനം ഇതുപോലെ ബാധിക്കുന്നവരാണ്. ഈ കട്ട് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഓഫ്. കാരണം ഇന്ന് കാഹളം എന്ന് വെച്ചാൽ പോണ്ടേ. എത്ര നാൾ നമ്മളിവിടെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഈ ലോകം അസ്തമിക്കാൻ പോവുക. ഇത് മുഴുവനും ഇറ്റ് ഈസ് ഹെഡിങ് ടു ബിഗ് ഡേഞ്ചർ. തീരാൻ പോവുക. കർത്താവിൻ്റെ വരവെടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് രൂപപ്പെടുത്തി, നമ്മളെ തന്നെ ഒന്ന് മെനഞ്ഞെടുത്ത് ദൈവാനുരൂപമായി പുതുക്കി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി, നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലത്തെ കുറേ പാപങ്ങളും തെറ്റുകളും നിങ്ങളുടെ മനസാക്ഷിയെ വല്ലാതെ കാർന്ന് തിന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ദൈവസ്ഥനെ ഒന്ന് നെടുമ്പാട് വീണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം കാരണം ആർക്കെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ച്, ഇൻ്റർനെറ്റ് ബുള്ളിയിങ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്നൊരു മോചനം പ്രാപിച്ച് കംപ്ലീറ്റ് ഒരു റെസ്റ്റോറേഷൻ ദൈവസന്നിധിയിൽ നമുക്ക് സാധിക്കണം. അത് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റെസ്പോൺസിബിളായിട്ട് ജീവിക്കാൻ, ഇൻ്റർനെറ്റിനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാൻ, അതിൻ്റെ നിയന്ത്രണങ്ങൾ വെച്ച് ഉപയോഗിക്കാൻ, അതിൻ്റെ അഴിമതികളിലേക്കും തെറ്റുകളിലേക്കും ഡാമേജിലേക്കും പോകാതിരിക്കാൻ കർത്താവിൻ്റെ കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുമാറാകട്ടെ. അതിനായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് ഉപയോഗം നിങ്ങൾക്കും സാധ്യമാണ്. അതിനായിട്ട് ഈ ഒരു ടോക്ക് ഉപകരിക്കട്ടെ. സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു.